ഗുഡ് മോർണിംഗ്. വൺസ് അഗൈൻ വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ വളരെ സന്തുഷ്ടരായ ഓണ്ടർപ്രണേഴ്സാണ് അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവക്കാം. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ്സിലെ സന്തോഷം എന്ന് പറയുന്നത് ചില പ്രധാനപ്പെട്ട വൈ ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടുമ്പോഴാണ്. നമ്മൾ എന്തിന് ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതാണ് അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിവൈൻ ഡെലിഗേഷൻ നടപ്പിലാക്കുന്നു, ദൈവത്തിന്റെ പദ്ധതി ഭൂമിയിൽ നടപ്പിലാക്കുന്നു. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നു. ശരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. ഒരു ഭരണാധികാരിയായി മാറിയ ഒരു വ്യക്തിയെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബിസിനസ് പോളിസി ഓഫ് ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. വാല്യൂസ് കൊണ്ട്, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, അന്ന് പിന്നെ നമുക്ക് വൈറലാക്കുന്ന ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ക്വാളിറ്റി കൊണ്ട്, വിശ്വസ്തത കൊണ്ട് ഏറ്റവും നല്ല പണക്കാരനായി മാറിയ ഈ മനുഷ്യന്റെ പ്രത്യേകതകൾ ഏത് ബിസിനസ്സുകാർക്കും എക്കാലത്തും മികച്ച പാഠമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നത്തെ കമ്മ്യൂണിറ്റിക്കും ബിസിനസ്സിൽ വാല്യൂ ഉൾപ്പെടുത്തി ആരും മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു അവർക്കൊക്കെയും എല്ലാ കാലത്തുമുള്ള ഒരു പ്രചോദനമായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഖലീഫയാണ് നമുക്കറിയാം. നേരത്തെ ബിസിനസ്സുകാരനായിരുന്നു, വെൽത്തി മെർച്ചന്റ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. നല്ലൊരു വെൽത്തി മെർച്ചന്റ് ആയിട്ട് വന്നു. പിന്നീടാണ് അദ്ദേഹം ഖലീഫയൊക്കെ ആയത്. ഓക്കെ, അപ്പോ അങ്ങനെ പിന്നെ എന്താ പറയാ, ഒരു സസ്റ്റൈനബിൾ എക്കണോമിക് സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെന്താ പറയാ, ഹലാൽ കൺസെപ്റ്റ് ആയിരുന്നു. പിന്നീട് സത്യസന്ധത എന്ന് പറയുന്നത് അതില്ലാത്തൊരു ബിസിനസ് ചെയ്യരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ എപ്പോഴും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്ന, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒരു സംരംഭകൻ എന്ന നിലക്ക് നമ്മളും ഇത് തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു പച്ചക്കറി കച്ചവടക്കാരന് കെട്ട തക്കാളി വിൽക്കുകയാണ്. ആ കച്ചവടം ഒരുപക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ പൂട്ടി പോവേണ്ടി വരും. അതേ സമയത്ത് സത്യസന്ധമായിട്ട് ഇത് കേടുവന്നതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്വല്പം നഷ്ടം സഹിച്ചാലും അദ്ദേഹം കച്ചവടം ചെയ്യുകയാണെങ്കിൽ അത് സസ്റ്റൈനബിൾ ആവുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സത്യസന്ധതയാണ് നമ്മുടെ ബിസിനസ് സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു എന്റർപ്രണറായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാൻഡ് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ സത്യസന്ധത എന്ന് പറയുന്ന ഒരു കാര്യം ബിസിനസ് അത്യാവശ്യമാണ്. ട്രേഡ്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫ്രീ ട്രേഡ് ഒക്കെ നമ്മൾ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ മുന്നേ അദ്ദേഹം ഇത് കണ്ടെത്തുകയും ഫ്രീ ട്രേഡ് ലോകത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ സ്പെഷ്യൽ ടാക്സ്, മുസ്ലിം അല്ലാത്തവർക്കുള്ള ചില ടാക്സുകൾ ഉണ്ടായിരുന്നു, അത് അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒരേ രീതിയിലേക്ക് കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി എന്ന് പറയുന്നത്. കച്ചവടം നടക്കണമെങ്കിൽ നല്ല ഭൗതിക സാഹചര്യങ്ങൾ വേണം. അത് ഉണ്ടാക്കാൻ വേണ്ടി പാലങ്ങൾ ഉണ്ടാക്കി, കനാൽസ് ഉണ്ടാക്കി, പിന്നെ അഗ്രികൾച്ചർ പ്രോത്സാഹിപ്പിച്ചു, കൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഫുൾ സസ്റ്റൈനബിൾ ആവുക എന്ന് പറയുന്നതാണ്. കറൻസി 10% ചാരിറ്റി ഫോക്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് റിട്ടേൺസ് ആയിട്ട് 100% വളർച്ച ഉണ്ടാവും. കാരണം നമ്മൾ കൊടുക്കുന്നതിന്റെ 10 ഇരട്ടിയാണ് മിനിമം നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ചാരിറ്റി കൺസെപ്റ്റ്, കാരണം ഒരു കിണറൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും എന്ന് പറയുന്നതാണ്. അപ്പോ ബിസിനസ് എന്ന് പറയുന്നതിന്റെ വേറൊരു അർത്ഥമാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞു വരുന്നത്. പിന്നെ അദ്ദേഹം പള്ളി ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു ബിസിനസ്സുകാരന് പറ്റുന്നത്ര സോഷ്യൽ ആവണം, പറ്റുന്നത്ര കമ്മ്യൂണിറ്റി. നമ്മൾ സമൂഹമാണ് നമുക്ക് ഇൻകം തരുന്നത്, ആൾക്കാരാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ആൾക്കാരോട് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ ബിസിനസ് എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടിയുള്ള പരിപാടിയല്ല. ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള, ജനങ്ങളെ പ്രയാസം പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ സേവനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഓരോ ബിസിനസ്സും അങ്ങനെയാണ്. ആ സേവനം വളരെ ക്വാളിറ്റിയിൽ ചെയ്യാന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇദ്ദേഹത്തിന്റെ രീതികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്വാളിറ്റി കൊണ്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്, സത്യസന്ധത കൊണ്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്, ട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മൾ സത്യത്തിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അണ്ടർ പ്രോമിസ്ഡ് ആൻഡ് ഓവർ ഡെലിവേർഡ്. നമ്മൾ പറയുന്നത് നേരെ ക്വാളിറ്റിയിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് വളരും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള, വാല്യൂസ് ഉറച്ചു, അതിനൊരു കോംപ്രമൈസ് പാടില്ല. താൽക്കാലിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം,
പക്ഷെ സ്ഥിരമായ ലാഭം നമ്മളെ തേടി വരുന്നത് നമ്മുടെ എത്തിക്സ് ആണ്, നമ്മുടെ വാല്യൂസ് ആണ്. അത് മാനുക്കന്റെ പിന്നെ കാർ കച്ചവടത്തിലാണെങ്കിലും ശരി, പിന്നെ നമ്മുടെ പറമ്പാടൻ സാറിന്റെ ഹോളോബ്രിക്സിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ആ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ? എനിക്ക് വളരെ അഭിമാനകരമായിട്ട് തോന്നിയത്, മാനുക്കാന്റെ അടുത്തുനിന്ന് കാർ വാങ്ങി എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ എടുത്തു കണ്ടു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുക, ആ ക്വാളിറ്റി കൊണ്ടാണ് നമ്മളൊരു കച്ചവടക്കായി ലോകത്ത് അറിയപ്പെടുക. അപ്പൊ അങ്ങനെ ആ ക്വാളിറ്റി നമ്മുടെ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രചോദനങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്തരം ആൾക്കാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു വാല്യൂസ് ആണ്. എത്തിക്കൽ ബിസിനസ് നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു സ്വാഭാവികമായ ഒരു പ്രകൃതി നിയമമായിട്ട് ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാന ഫൈനൽ തോട്ട് എന്ന് പറയുന്നത് നീതിയും ട്രാൻസ്പെറൻസിയും കമ്പാഷനും ബിസിനസ്സിൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. നമ്മൾ ആ ഒരു കമ്പാഷൻ ഇല്ലെങ്കിൽ, കമ്പാഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതാണ്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഹാരമായി ബിസിനസ്സുകാരൻ മാറുന്നതാണ്. അപ്പോൾ വാല്യൂസ്, മൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സ്ഥിരത ഉണ്ടാവുകയുള്ളൂ. സാമ്പത്തിക ചൂഷണങ്ങൾ ഉണ്ടാകുന്നിടത്ത് രാജ്യം മൊത്തം തകരും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബിസിനസ് ഈസ് ഈക്വൽ ടു ബിസിനസ് സമം എത്തിക്സ് സമം സസ്റ്റൈനബിൾ സക്സസ്. അപ്പൊ സസ്റ്റൈനബിൾ ആവണമെങ്കിൽ നമുക്ക് എന്താവണം? ബിസിനസിന്റെ കൂടെ എത്തിക്സ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള നമുക്കൊക്കെ ഒരു റോൾ, ഒരു മെന്റർ വേണം. ആ മെന്ററിൽ നിന്ന് വാല്യൂ സ്വീകരിച്ചുകൊണ്ട് ബിസിനസ് ഈസ് ഓൾ അബൌട്ട് വാല്യൂസ്. ബിസിനസ് ഈസ് ഓൾ അബൌട്ട് വാല്യൂസ് വി ആർ പ്രൊവൈഡ് ടു ദ കമ്മ്യൂണിറ്റി. അങ്ങനെ വാല്യൂസ് കൊടുക്കാൻ ഈ കൂടിയിരിക്കുന്ന മുഴുവൻ എന്റർപ്രണേഴ്സിനും നമ്മുടെ ബഹുമാനപ്പെട്ട വിസിറ്റേഴ്സിനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രിവിലേജ് തന്നതിന് എട്ടേബിളിൽ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്.